ഈ വർഷത്തെ തളിപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയുമായുണ്ടായ ഇന്നത്തെ പ്രസ് മീറ്റിൽ പൊങ്കാലയിൽ നടക്കുന്ന കാര്യപരിപാടികളുടെ ചെറു വിവരണമായിട്ട് നമ്മൾ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജനുവരി 10 നമ്മൾ പൊങ്കാല രഥോത്സവ കമ്മിറ്റി ആക്കി അതിൽ നിന്ന് എല്ലാവരും ഏകദേശം 10-25 അമ്പലങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ അമ്പലങ്ങളിൽ പോയി ഏകദേശം 25 അമ്പലങ്ങളിൽ നമ്മൾ രഥം കൊണ്ടുപോയി നല്ല സ്വീകരണം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പൊങ്കാല വ്രതം തുടങ്ങുന്നത് അതായത് ജനുവരി 13 അന്ന് രാവിലെ ഇവിടെ ഭദ്രദീപം കൊളുത്തി നമ്മുടെ പൊങ്കാല തുടങ്ങുന്ന വ്രതാരംഭം തുടങ്ങുന്ന ദിവസം ആഘോഷിച്ചു. ജനുവരി 18 ഞായറാഴ്ച അതായത് 19 തിങ്കളാഴ്ച സമ്പൂർണ്ണ നാരായണീയ പാരായണം ഉണ്ടായിരുന്നു. ഇന്ന് 19 ഇന്ന് ആധ്യാത്മിക സഹസ്രം അതിനോടുകൂടി ചടങ്ങും നടക്കുന്നുണ്ട്. നമ്മുടെ പൊങ്കാല നടക്കുന്നത് ജനുവരി 21 ബുധനാഴ്ച. അന്നാണ് നമ്മുടെ ദേവിയുടെ പിറന്നാൾ ദിവസവും. ആ ദിവസം തന്നെ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൊങ്കാല പായസം ഉണ്ടാക്കി ദേവിയുടെ മുൻപിൽ സമർപ്പിച്ച് ദേവിയുടെ പാത്രീഭൂതരായ ഏകദേശം 300ഓളം 100-ലധികം ഭക്തജനങ്ങൾ പേര് തന്നിട്ടുണ്ട്. അന്ന് പൊങ്കാല നടക്കുന്നതായിരിക്കും. പൊങ്കാലയെ പറ്റി ആചാര്യ വിനോദ് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. തളിപ്പറമ്പ് താലൂക്കിൽ തന്നെ ഒരു വ്യാഴവട്ട കാലത്തോളമായി ഇവിടെ പൊങ്കാല നടക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു വ്യാഴവട്ടം കഴിഞ്ഞു ഇവിടെ പൊങ്കാല ആരംഭിച്ചിട്ട്. അപ്പോൾ മറ്റ് കേരളത്തിൻ്റെ അങ്ങേത്തല മുതൽ ഇങ്ങേത്തല വരെയുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് തളിപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ചും ഈ പൊങ്കാല സമർപ്പിക്കാൻ എത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലേക്കായിട്ടുണ്ട്. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റെല്ലാ സ്ഥലത്തും ഈ പൊങ്കാലയ്ക്ക് വേണ്ടി ആൾക്കാർ വരികയും അവർക്ക് ഉചിതമായ സ്ഥലത്ത് വെച്ചിട്ട് പൊങ്കാല തയ്യാറാക്കുകയും പൊങ്കാല തയ്യാറാക്കി കഴിഞ്ഞാൽ ആ തയ്യാറാക്കിയ പൊങ്കാലയിലേക്ക് അവിടെ എത്തിച്ചേരുന്ന പൂജാരിമാർ അല്ലെങ്കിൽ ക്ഷേത്രീശന്മാരായ ആൾക്കാർ ആ പറയുന്ന പൊങ്കാലയിൽ തീർത്ഥം തെളിച്ച് അത് സ്വീകരിച്ചതായിട്ട് കണക്കാക്കിയാണ് ചെയ്യല്. ഏകദേശം ആറ്റുകാല് മുതൽ ചക്കുളത്തുകാവ് മുതൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ്. എന്നാൽ തളിപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ പൊങ്കാലയിടാനായിട്ട് വരുന്ന ആൾക്കാർ അവർക്ക് ഉചിതമായ സ്ഥലത്ത് പൊങ്കാല സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ പൊങ്കാല ഇവിടുത്തെ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായിട്ടുള്ള ശർക്കര പായസമാണ് അവിടെ പൊങ്കാലയായിട്ടുണ്ടാക്കുന്നത്. അത് അമ്മയുടെ പിറന്നാൾ ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ ആ പൊങ്കാല അവരുണ്ടാക്കി കഴിഞ്ഞാൽ ക്ഷേത്രശന്മാർ അങ്ങോട്ട് പോകുന്നതിന് പകരം ഈ പറയുന്ന പൊങ്കാല സമർപ്പിച്ച നിവേദ്യം 2 കൈകൾ കൊണ്ട് എടുത്ത് അത് സാക്ഷാൽ ഭഗവതിയുടെ ആ പള്ളിയറയുടെ മുന്നിൽ ആ ശ്രീകോവിലിൻ്റെ മുന്നിലെത്തി ഭക്തർക്ക് തന്നെ ഈ പൊങ്കാല ദേവിക്ക് നിവേദിക്കാൻ പറ്റുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രം എന്നുള്ള ഒരു പ്രത്യേകതയും ഈ തളിപ്പറമ്പ് ശ്രീ ഭഗവതിക്ക് മാത്രമാണുള്ളത്. അപ്പോൾ അന്നേ ദിവസം ഇവിടെ പൊങ്കാലയിടാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഓരോ ആൾക്കാർ പേര് തന്നത് വെച്ച് നോക്കുമ്പോൾ 100-കണക്കിന് ആളുകൾ ഇവിടെ പേര് തന്നിട്ടുണ്ട്. ഈ 100-കണക്കിന് ആളുകൾ ഇവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവർക്കുള്ള വ്യവസ്ഥ എന്താണെന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ ക്ഷേത്രം ഭാരവാഹികൾ ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് വെച്ചാൽ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പൊങ്കാല സമർപ്പിക്കുന്ന സമയത്ത് നമുക്കറിയാം, നിങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് പോയിട്ട് കാണുന്നതായിരിക്കും. ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പൊങ്കാല ഇടേണ്ടത്, അതിൻ്റെ ആദ്യം എന്താണ്, രണ്ടാമത് എന്താണ് ചെയ്യേണ്ടത്, മൂന്നാമത് എന്താണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് പടിപടിയായിട്ട് കൃത്യമായ നിർദ്ദേശം ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് കിട്ടുന്നതും ഈ ഒരു ക്ഷേത്ര സന്നിധിയിൽ മാത്രമാണ്. എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് പൊങ്കാല സമർപ്പിച്ചു കഴിഞ്ഞാൽ 100% ആത്മീയമായിട്ടൊരു നിർവൃതിയോടുകൂടി തിരിച്ചു പോകാൻ പറ്റും എന്നുള്ളതാണ് ഈ ക്ഷേത്ര സന്നിധിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഒരു വർഷം ഇവിടെ പൊങ്കാല ഇടാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നത്തെ വർഷം തൊട്ടടുത്ത വർഷം എത്ര ത്യാഗം സഹിച്ചായാലും അവർ ഈ സന്നിധിയിലേക്ക് എത്തുകയും ഇവിടെ പൊങ്കാല ഇടാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് ഇവിടുത്തെ ഈ ചുറ്റുവട്ടം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടുത്തെ ആൾക്കാർ ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല അവിടെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ റോഡുകളെല്ലാം തന്നെ ഇപ്പോൾ അതിനായിട്ട് സജ്ജമാക്കിയിട്ടുള്ളത്. ഏതായാലും
ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേരാൻ തയ്യാറായിട്ടുള്ള നൂറുകണക്കിന് ഭക്തന്മാർ എത്തിക്കഴിഞ്ഞാലും അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള സഹായമാണ് വേണ്ടത് അതെല്ലാം തന്നെ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സന്തോഷകരമായ കാര്യം. ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ച് ആൾക്കാർ മാത്രം ഇതിന് പിന്നിലുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നാട് ഒന്നാകെ ഈ പൊങ്കാലയുടെ ഒരു മഹോത്സവം, തളിപ്പറമ്പിൻ്റെ ഒരു ദേശീയ ഉത്സവം എന്ന വിധത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ തളിപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രവർത്തകർ എന്ന രീതിയിൽ എല്ലാവരും സന്തോഷവാന്മാരാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.